സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ പി എസ് സി ആസ്പിറൻസും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ നോക്കാം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനിടെ വാർഷിക റിപ്പോർട്ട് 2023-24 അനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നാടുകടത്തിയത് ഏത് രാജ്യത്തെ പൗരന്മാരെയാണ്? ഉത്തരം നൈജീരിയ. സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് 2024 78-ാം പതിപ്പിൽ പശ്ചിമ ബംഗാൾ ഏത് ടീമിനെതിരെയാണ് വിജയിച്ചത്? ഉത്തരം കേരളം. ഏത് രാജ്യമാണ് ആദ്യമായി പുതുവർഷം ആഘോഷിക്കുന്നത്? കിരിബത്തി ദ്വീപ്. ഡിസ്നിലാൻഡ് മാതൃകയിൽ വിനോദസഞ്ചാര പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രം ആതിരപ്പള്ളി. 2025 പ്രഥമ വേവ്സ് വേൾഡ് ഓഡിയോ വിഷ്വൽ എൻ്റർടൈൻമെൻറ്റ് സമ്മിറ്റ് ഇന്ത്യ ആദ്യമായി സംഘടിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതെവിടെയാണ്? ന്യൂഡൽഹി. 2025 ഹരിവരാസനം അവാർഡിന് ആരെയാണ് തിരഞ്ഞെടുത്തത്? കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. അടുത്തിടെ ചൈന അവതരിപ്പിച്ച ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ മോഡൽ CR450. കേരളത്തിൻ്റെ 23ാമത് ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തതാര്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം. ചഷ്മ 5 എന്ന ആണവ നിലയം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം പാകിസ്ഥാൻ. 2025 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം സ്വിറ്റ്സർലാൻഡ്. ഈ വർഷത്തെ അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് വേദി ക്വാലാലംപൂർ. 2024 കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം കേരളം. ഗ്രാമീൺ ഭാരത് മഹോത്സവ് 2025 ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി. രക്ഷാമന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്ത യുദ്ധക്കള നിരീക്ഷണ സംവിധാനത്തിൻ്റെ പേര് സഞ്ജയ്. കേരളത്തിൻ്റെ ദുരന്ത സാധ്യത മുന്നറിയിപ്പ് സംവിധാനം കവചം. 2025 പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരത്തിന് അർഹമായത് VM ഗിരിജ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കയറുന്നതിനുള്ള ചെലവ് വർദ്ധിപ്പിച്ച രാജ്യം ഏതാണ്? നേപ്പാൾ. ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനാ പരിഷ്കരണ കമ്മീഷനാണ് ഭരണഘടനയിൽ നിന്ന് മതേതരത്വം നീക്കം ചെയ്യണമെന്ന് ശുപാർശ മുന്നോട്ട് വെച്ചത്? ബംഗ്ലാദേശ്. 2025 പുരുഷ ഭിന്നശേഷി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ജേതാക്കളായത് ഇന്ത്യ. ബോംബെ ഹൈക്കോടതിയുടെ 48ാമത് ചീഫ് ജസ്റ്റിസ് അലോക് ആരാധെ. ദേശീയ കാലാവസ്ഥ ഒളിമ്പ്യാഡിൽ ചാമ്പ്യനായത് ആദിത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉജാല പദ്ധതി ആരംഭിച്ച തീയതി 2015 ജനുവരി 5. ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ജഗദീഷ് ശ്രീകുമാർ. അടുത്തിടെ വോട്ടർ പട്ടികയിൽ ഇടം നേടിയ ജരാവ ഗോത്ര വിഭാഗം കാണപ്പെടുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. കേരള കലാമണ്ഡലത്തിലെ ആദ്യ മലയാളി നൃത്താധ്യാപകൻ അസിസ്റ്റന്റ് പ്രൊഫസറായി ജോലിയിൽ പ്രവേശിച്ചത് DR LV രാമകൃഷ്ണൻ. ചിലന്തി വർഗങ്ങളിലെ സസ്യാഹാരിയായ ഏക ചിലന്തി ബഗിര കിപ്ലിംഗി. ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി അനിൽ ജെയിൻ. ഹരിത GDP മാതൃക സ്വീകരിച്ച വനങ്ങളുടെ പാരിസ്ഥിതിക സേവനങ്ങൾ സാമ്പത്തിക ചട്ടക്കൂട്ടിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഛത്തീസ്ഗഡ്. 63ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തിരുവനന്തപുരം. സ്വർണവും വിലയേറിയ രത്നങ്ങളും കൊണ്ട് പോകാൻ E-way ബിൽ നിർബന്ധമാക്കിയ സംസ്ഥാനം കേരളം. ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന ബുക്ക് എഴുതിയത് പങ്കജ് മിശ്ര. കാശ്മീർ അൺടോൾഡ് സ്റ്റോറി എന്ന പുസ്തകം രചിച്ച മാധ്യമപ്രവർത്തകൻ ഹുംറ ഖുറൈഷി. ഇന്ത്യൻ സൈന്യത്തിനായി അടുത്തിടെ പരീക്ഷിച്ച മൈക്രോ മിസൈൽ കൗണ്ടർ ഡ്രോൺ സിസ്റ്റത്തിൻ്റെ പേര് ഭാർഗവ് അസ്ത്ര. ഈ വർഷത്തെ പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നേടിയത് ജഗദീഷ് ശ്രീകുമാർ. 63ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 1008 പോയിന്റുമായി സ്വർണ്ണക്കപ്പ് നേടിയ ജില്ല തൃശ്ശൂർ. മികച്ച ചിത്രത്തിനായുള്ള ഓസ്കാർ അവാർഡ് 2025 പ്രാഥമിക പരിഗണനാ പട്ടികയിൽ ഇടം നേടിയ മലയാള ചിത്രം ആടുജീവിതം. 2025 S. ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ പുരസ്കാരത്തിന് അർഹനായത് SK വസന്തൻ. 2025 ധനകാര്യ ആരോഗ്യ സൂചിക പ്രകാരം ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനം ഒഡീഷ. 2025 ജനുവരിയിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി ചുമതലയേറ്റത് V. ഗീത.
82ാമത് ഗോൾഡൻ ഗ്ലോബ് അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ദി ബ്രൂട്ടലിസ്റ്റ്. 38ാമത് ദേശീയ ഗെയിംസിനുള്ള വിളക്കിൻ്റെ പേര് തേജസ്വിനി. ഈ അടുത്ത് 7ാമത്തെ പരീക്ഷണ പറക്കലിൽ കത്തിനശിച്ച ലോകത്തെ ഏറ്റവും കരുത്തട്ട റോക്കറ്റ് സ്പേസ് എക്സ് സ്റ്റാർഷിപ്പ്. 2025 ജനുവരി 10 നാഷണൽ റിവർ ട്രാഫിക് ആൻഡ് നാവിഗേഷൻ സിസ്റ്റം ആരംഭിച്ചത് ആരാണ്? കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഇന്ത്യയിൽ കരസേനാ ദിനമായി ആഘോഷിക്കുന്ന ഏത് ദിവസമാണ്? ജനുവരി 15. 2024 ഓടക്കുഴൽ പുരസ്കാരം നേടിയത് കെ അരവിന്ദാക്ഷൻ. 2025 കേരളത്തിൽ നിന്ന് എത്ര വ്യക്തികൾക്ക് പത്മ അവാർഡുകൾ ലഭിച്ചു? 5 പേർക്ക്. 2025 ജനുവരി 15 150 വർഷം 2025 ജനുവരി 15 150 വർഷം പൂർത്തിയാക്കുന്ന സർക്കാർ സ്ഥാപനം ഏതാണ്? ഇന്ത്യ കാലാവസ്ഥാ വകുപ്പ്. ഇന്ത്യയുടെ 75ാം റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിലെ മുഖ്യ അതിഥി ഇന്തോനേഷ്യ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോ. വന്ദേ ഭാരതിനിടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായി ആദ്യ ട്രൈബൽ വനിത ഋതിക ടെർക്കി. താങ്ക്സ് ഫോർ വാച്ചിങ്.